ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം 2024 ജൂലൈ മാസം ആദ്യത്തെ ആഴ്ചയിലെ 3-4 തീയതികളിൽ വോഡാഫോൺ ഐഡിയ, ജിയോ, എയർടെൽ 3 കമ്പനികളും അവരുടെ നിരക്കുകൾ കുത്തനെ കൂട്ടി. 12% മുതൽ 25% വരെയാണ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. ഈ നിരക്ക് വർധന വന്ന അന്ന് മുതൽ, അന്നിൻ്റെ തലേദിവസം മുതൽ, അല്ലെങ്കിൽ ആ ഒരു നിരക്ക് വർദ്ധിക്കുമെന്ന് ഒരു ന്യൂസ് വന്ന അന്ന് മുതൽ BSNL പോർട്ട് ചെയ്ത് തുടങ്ങി. വാലിഡിറ്റി തീരുന്നതനുസരിച്ച് BSNL പോർട്ട് ചെയ്ത് തുടങ്ങി. മിക്ക ആൾക്കാരും, ഒരു 2.5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് BSNL പോർട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇപ്പോഴും ആൾക്കാർ പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തർ ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും VI ആണെങ്കിലും 3 മാസത്തേക്ക് ഓഫർ ചെയ്തവരുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ അത് തീരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ പോർട്ട് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ പുതിയ സിം എടുത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ പുതിയ സിം എടുത്ത ആൾക്കാർക്ക് വിഷയമില്ല. കാരണം വേണമെന്നുണ്ടെങ്കിൽ ആ സിം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ അത് കട്ടായി പൊക്കോളും. വേണമെങ്കിൽ മറ്റൊരു നെറ്റ്വർക്കിൻ്റെ സിം എടുക്കാം. അല്ലാതുള്ള പോർട്ട് ചെയ്ത ആൾക്കാർ അവരുടെ മെയിൻ നമ്പറായിരിക്കും പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ആൾക്കാർക്ക് സിഗ്നൽ ഇല്ലാതെ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിപ്പോൾ BSNL പോർട്ട് ചെയ്ത് എനിക്ക് ആ 4G 5G ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിനകത്തിൽ 3G കിട്ടുന്നില്ല, അല്ലെങ്കിൽ 3G കിട്ടിയാൽ തന്നെ സ്പീഡില്ല, എനിക്ക് പഴയ നെറ്റ്വർക്കിലേക്ക് മാറണം, അതിന് എന്തെങ്കിലും സൊല്യൂഷനുണ്ടോ? ഒരു സൊല്യൂഷനും ഇല്ല. 90 ദിവസം, പുതിയ നെറ്റ്വർക്കിൽ 90 ദിവസം കാലാവധി കംപ്ലീറ്റ് ചെയ്ത ശേഷം 91ാമത്തെ ദിവസം മുതൽ നമുക്ക് പോർട്ടിങ്ങിൻ്റെ കോഡ് എടുത്ത് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യാം. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ ഏരിയയിൽ BSNL 4G ഉണ്ടോ? 4G ഇപ്പോൾ കേരളത്തിൽ 3, 4, 5 സ്ഥലത്തേ ഉള്ളൂ. നിലവിൽ 4G വ്യാപനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് രത്തൻ ടാറ്റയുമായിട്ടൊക്കെ ഒരു കരാറിലേർപ്പെട്ട് പുതിയ സ്പെക്ട്രം ഒക്കെ റെഡിയാക്കുന്നതേ ഉള്ളൂ. അതിനുള്ള 4G ടവറുകളും 1000 ഗ്രാമങ്ങളിൽ ഉടൻ തന്നെ 4G വരുമെന്നാണ് BSNL അറിയിച്ചത്. അത് പതുക്കെ അവർ ചെയ്തു വരുന്നതേ ഉള്ളൂ. അതെന്തായാലും അത് ഡിസംബറോടുകൂടി എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ പോർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യുക. BSNL 4G അല്ലെങ്കിൽ 5G വരണമെങ്കിൽ 4G ആദ്യം വരണം. അപ്പോൾ 4G കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം, അല്ലെങ്കിൽ ഒരു BSNL സിം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് നെറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കോള് അത്രത്തോളം ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കോളിനും ഇഷ്യൂ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതായത് നമ്മളൊരാളെ വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ നമ്പർ നിലവിലില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയും. നമ്മൾ BSNL നിന്ന് വിളിക്കുമ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കുമ്പം അത് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മളെ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അല്ലെങ്കിൽ പിന്നെ ഇൻകമിങ് കിട്ടുന്നില്ല, വീണ്ടും കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വിളിക്കുമ്പോൾ കിട്ടുന്നു. അങ്ങനെ ഒരു കംപ്ലയിൻറ്റും ചില ആൾക്കാർ പറയുന്നുണ്ട്. ചില ആൾക്കാർ 3G നല്ല സ്പീഡിൽ ഇഷ്യൂ ഇല്ലാതെ കിട്ടുന്നുണ്ട്. ജിയോയുടെ അല്ലെങ്കിൽ എയർടെലിൻ്റെ 4Gയുടെ സ്പീഡിൽ തന്നെ BSNL 3G കിട്ടുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റ് ഇടാറുണ്ട്, നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർ BSNL വന്നിട്ട് 100% അവർ ആ BSNL ഉപയോഗിക്കുന്നതിൽ പിന്നെ ഓക്കെ ആണ്. ചില ആൾക്കാർ BSNL വന്നുപോയി, ഞാൻ പെട്ടുപോയി. ചില ആൾക്കാർ പറയുന്നത് കാറിൽ ഓടിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഓട്ടോറിക്ഷ കയറിയ പോണക്കൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ BSNL വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവിൻ്റെയോ ഒക്കെ സിം ആരെങ്കിലും ഒരാളുടെയെങ്കിലും കാണും. ജസ്റ്റ് ആ സിം അല്ലെങ്കിൽ ആ മൊബൈൽ നിങ്ങളുടെ അടുത്ത് കൊണ്ടൊന്ന് നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാ നെറ്റ്വർക്കിനും പ്രശ്നം കാണും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏരിയയിൽ ചിലപ്പോൾ ജിയോയ്ക്ക് കാണും. നിങ്ങൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് ഒരു ബന്ധു വീട്ടിൽ പോയി സ്റ്റേ ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വേറെ സ്ഥലത്ത് പോയി, ചിലപ്പോൾ അവിടെ നെറ്റ്വർക്ക് ജിയോയുടെ കാണണമെന്നില്ല. അത് ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിൻ യാത്രയാണെന്നുണ്ടെങ്കിൽ മിക്ക നെറ്റ്വർക്കിനും ട്രെയിൻ യാത്രയിൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആവും. കാരണം സിഗ്നൽ മാറി മാറി പെട്ടെന്ന് പിടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഏത് നെറ്റ്വർക്ക് എടുത്താലും ട്രാവലിങ്ങിൽ പല സ്ഥലത്ത് സ്റ്റേ ചെയ്യുമ്പോൾ എല്ലായിടത്തും സിഗ്നൽ ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ BSNL പോർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ വീടിൻ്റെ ലൊക്കാലിറ്റിയിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുക. അവിടെ ജസ്റ്റ് ഒന്ന് നെറ്റ്വർക്കിൻ്റെ സിഗ്നൽ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ ഓൺലൈൻ മെത്തേഡ് ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണമെങ്കിൽ കണ്ടു നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്താൽ നമ്മളുടെ ആ ലൊക്കാലിറ്റിയിൽ സിഗ്നൽ ഉണ്ടെന്നേ കാണിക്കുകയുള്ളൂ. അപ്പം നല്ല സിഗ്നൽ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. 4G 5G 3G എല്ലാത്തിൻ്റെ സിഗ്നൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഏറ്റവും കൂടുതൽ ഓരോ കളർ അനുസരിച്ചാണ്, പിങ്ക്, വയലറ്റ്, ഗ്രീൻ, അങ്ങനെയാണ്. അപ്പോൾ ആ കളറിൻ്റെ ഏരിയ കളർ കാണിക്കുന്ന മാപ്പ് കാണിച്ചിട്ട് അതിനകത്തിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് 100% പെർഫെക്റ്റ് അല്ല. അത് GPS വെച്ചിട്ട് ടവറിൻ്റെ ഇത് വെച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള മെത്തേഡ്, നിങ്ങളൊരു ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ വീടിൻ്റെ ലൊക്കാലിറ്റിയിൽ ചെക്ക് ചെയ്യുക. 3G കിട്ടുന്നുണ്ട്, എനിക്ക് ആ സ്പീഡ് മതി, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോർട്ട് ചെയ്തോളൂ. നിലവിൽ ചാർജ് കുറവാണ്.
പിന്നീട് ചാർജ് കൂട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണും. കാരണം 4G വ്യാപനം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവർ എന്തായാലും ചെറിയ രീതിയിൽ ചാർജ് വർദ്ധിപ്പിക്കും. എന്തായാലും ജിയോയുടെ, എയർടെലിൻ്റെ, വോഡാഫോൺ ഐഡിയയുടെ അത്രയും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ നമ്മൾ 3Gയിലുള്ള പ്ലാൻ എടുത്താലും മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് BSNL കുറവായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. BSNL ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ BSNL മാത്രമല്ല, ജിയോയിൽ നിന്നും എയർടെലിൽ നിന്നും പല ആൾക്കാരും VIയിലേക്കും പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ BSNLിലേക്കാണ് വന്നതെന്ന് പറഞ്ഞെങ്കിലും VIയിലേക്കും ആൾക്കാർ പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അൺലിമിറ്റഡ് 4Gയും അതുപോലെ രാത്രിയിൽ പിന്നെ പരിധിയില്ലാതെ ഡേറ്റ 2GB ഫ്രീ, എല്ലാ മാസവും 13GB 10GB വെച്ച് ഫ്രീ 13 മാസത്തേക്ക്, അങ്ങനെ കുറേയധികം ഡേറ്റ ഒരു വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ VIയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് നെറ്റ്വർക്ക് മാറി ചൂസ് ചെയ്താലും നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടോ, സ്പീഡ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കാരണം പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90 ദിവസം കഴിയാതെ അടുത്ത നെറ്റ്വർക്കിലേക്ക് മാറാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോർട്ട് ചെയ്യാൻ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.